ഹലോ ട്രേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, ഇത് സിയത്ത് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. നിഫ്റ്റി ഏകദേശം ഒരു 7 ദിവസത്തെ കനത്ത ഒരു ഇടിവിന് ശേഷമാണ് നിഫ്റ്റി ഇന്ന് ഒന്ന് പച്ച പിടിച്ചത്. ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ വളരെ വലിയ തോതിൽ ആഹ്ലാദഭരിതരായിരുന്നു. മാർക്കറ്റ് ശക്തമായിട്ട് മുകളിലേക്ക് കയറി. എന്നാൽ പെട്ടെന്നാണ് ഉച്ചയ്ക്ക് ശേഷം ഒരു വാർത്ത വന്നത് ഉക്രൈൻ റഷ്യ വാറിനെ സംബന്ധിച്ചാണ്. അമേരിക്കൻ നിർമ്മിത മിസൈൽ അത് ഉപയോഗിക്കുന്നതിന് ഉള്ളൊരു വിലക്ക് ഉക്രൈന് നീക്കിയതാണ് ഈ ഒരു ഫോളിന് കാരണം. അതായത് ഉക്രൈൻ റഷ്യക്കിൽ മേൽ ദീർഘദൂര മിസൈൽ ഉപയോഗിച്ചേക്കാം എന്നുള്ളൊരു പേടിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തിയത്. അതിപ്പോൾ നമ്മുടെ മാർക്കറ്റ് മാത്രമല്ല കേട്ടോ. നമ്മുടെ മാർക്കറ്റ് മാത്രമാണ് അറ്റ്ലീസ്റ്റ് ഒരു 50 പോയിൻറ്റിൻ്റെ ഒരു ഫോള് ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 300 പോയിൻ്റ് ഉണ്ടെങ്കിൽ കൂടിയും ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് നിഫ്റ്റിയും ഫിൻ എല്ലാം തന്നെ പോസിറ്റീവാണ്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ, ജർമ്മൻ, ഫ്രാൻസ് അങ്ങനെയുള്ള എല്ലാ മാർക്കറ്റും, ഈവൻ റഷ്യൻ മാർക്കറ്റും 1.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ മാർക്കറ്റും ഇടിഞ്ഞു. പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു, അല്ലെങ്കിൽ പാനിക് സെല്ലിങ് നടന്നു. പക്ഷേ ഇന്നത്തെ ഒരു ഇടിവ് നമ്മൾ എന്നും കണ്ടുവരുന്ന സ്വാഭാവികമായിട്ടുള്ള ഇടിവല്ല എന്നുള്ളൊരു ആശ്വാസമാണ് ഉള്ളത്. നമുക്ക് ആദ്യം റഷ്യൻ മാർക്കറ്റിൻ്റെ ഒരു ചാർട്ട് നോക്കാം. ചാർട്ടല്ല, ഒരു വാല്യൂ MOEX റഷ്യൻ മാർക്കറ്റാണ്. 1.5% ഒരു ഇടിവിലാണ് MOEX ഉള്ളത്. പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വേണമെങ്കിൽ MOEXൻ്റെ സ്പോട്ടും ഇതിലുണ്ടാവുന്ന ഫോളും അല്ലെങ്കിൽ റാലിയെല്ലാം തന്നെ നമുക്ക് നോക്കാം. കാരണം നമ്മളെ മാർക്കറ്റ് നാളെ ക്ലോസ് ആണ്. അപ്പോൾ പൊസിഷൻസൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് കിട്ടുന്നത് വ്യാഴാഴ്ചയാണ് നിഫ്റ്റിയിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റി നല്ലൊരു ഗ്യാപ്പ് അപ്പ്, ശക്തമായിട്ടൊരു റാലി, 23,780 ഇൻട്രാഡേ ഹൈയിൽ നിന്ന് കനത്ത ഒരു ഫോള്, 286 പോയിൻ്റ് ഒരു ഫോളാണ് നിഫ്റ്റി ഇന്നുണ്ടാക്കിയിട്ടുള്ളത്. നിഫ്റ്റിയിൽ SBI ലൈഫ്, ഹിൻഡൽകോ, റിലയൻസ്, HDFC ലൈഫ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനീസ് ഫോളോ ആയിട്ടുണ്ടല്ലേ. പ്രധാനമായിട്ടും ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ ഒരു പ്രസ്താവനയാണ് ബാങ്കുകളോട് ഇൻഷുറൻസിലേക്ക് വലിയ ഫോക്കസ് കൊടുക്കാതെ മറ്റുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ ഫോക്കസ് കൊടുക്കണമെന്നുള്ള ആ ഒരു പ്രസ്താവനയാണ് ഇൻഷുറൻസ് കമ്പനീസ് ഇന്ന് ഫോളോ ആയിട്ടുള്ളത്. ഇന്ന് M&M 3.5%, ടെക്കമ്മും HDFC ബാങ്കും ട്രെൻഡും ഐഷർ മോട്ടേഴ്സും റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. HDFC ബാങ്ക് 3 ദിവസമായിട്ട് ബാങ്ക് നിഫ്റ്റീനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കമ്പനീസിനെല്ലാം തന്നെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ട്രെൻഡ് കുറച്ച് നാളത്തെ ഒരു ഇടിവിന് ശേഷം ട്രെൻഡും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഹൊനാസ കൺസ്യൂമർ പോലെയുള്ള കമ്പനീസ് ഇന്നും 10% ഒരു ഫോള്. വീക്കായിട്ടുള്ള Q2 റിസൾട്ട് കാരണം വലിയ തോതിൽ IPO പ്രൈസിനേക്കാളും ശക്തമായ രീതിയിൽ താഴെ പോയിട്ടുണ്ട് ഹൊനാസ. യെസ് ബാങ്ക് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവർ പുതിയ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രാസിം ഇൻഡസ്ട്രീസ് ബിർളയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ പ്ലാന്റ് കർണാടകയിൽ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ന്യൂസുകൾ ഉണ്ടെങ്കിൽ കൂടിയും നാളെ മാർക്കറ്റ് അവധി ആയതുകൊണ്ടും ഇപ്പോൾ ഒരു വലിയൊരു പാനിക്കായിട്ടുള്ളൊരു സിനാരിയാണ് ഇപ്പോൾ ഉള്ളത് കൊണ്ടും തന്നെ അങ്ങനെയുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസിലേക്ക് പോകുന്നില്ല. നമുക്ക് 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. നിഫ്റ്റി ഇപ്പോൾ കാണാം PCR എല്ലാം തന്നെ 0.7 ആയിട്ടും 23,518 നമ്മുടെ സ്പോട്ട് ഉള്ളത്. അപ്പോൾ അഗ്രസീവായിട്ട് കോൾ റൈറ്റ് ചെയ്തത് കാണാനായിട്ട് സാധിക്കും. 24,000 മേജർ റെസിസ്റ്റൻസ് സോൺ എങ്കിൽ കൂടിയും അതിന് താഴെയുള്ള മറ്റുള്ള കോളെല്ലാം തന്നെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. 23,000 അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു സപ്പോർട്ട് സോണായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ ഇടിഞ്ഞു. ബ്രന്റ് ഓയിൽ ഇപ്പോൾ 72, ഗോൾഡ് കയറുന്നുണ്ട്, $21 ഉയർന്ന് $2,631 ആയിട്ടുണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് 6% സ്പൈക്ക് ചെയ്ത് 16. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റൊന്നും ഇതിൽ പങ്കാളിയായിട്ടില്ല. കാരണം ഇതിന് ശേഷമാണ് ഈ ഒരു ന്യൂസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഏഷ്യൻ മാർക്കറ്റിനും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന എല്ലാ യൂറോപ്യൻ മാർക്കറ്റും വലിയ തോതിൽ ഒരു ഫോളിലാണ്. അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങളെന്നാണ് മാർക്കറ്റിലേക്ക് വന്നത്? അപ്പോൾ ഒരു 3 വർഷമായി അല്ലെങ്കിൽ 4 വർഷമായി അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷമാണ്. കൊറോണയ്ക്ക് ശേഷം ഈ മാർക്കറ്റിലേക്ക് വന്ന ആളുകളെ, ഈ കൊറോണയ്ക്ക് മുമ്പ് വന്ന ആളുകൾക്ക് ഒരു ചെറിയൊരു ബഹുമാനക്കുറവുണ്ട്. കാരണം നിങ്ങളൊരു 4 വർഷം ആയിട്ടുള്ളൂല്ലോ മാർക്കറ്റിൽ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് പറയണം, കൊറോണയ്ക്ക് ശേഷം ആണ് ഈ ലോക സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ കണ്ട ഏറ്റവും വലിയ ഈവൻറ്റുകൾ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് US ഇലക്ഷൻ അല്ലേ, US ഇലക്ഷൻ ഫേസ് ചെയ്തു. ഇന്ത്യൻ ഇലക്ഷൻ ഫേസ് ചെയ്തു. ചൈനയിലെ എവർഗ്രാൻഡയുടെ വലിയൊരു ഫോള് ഫേസ് ചെയ്തു.
കൊറിയൻ വാർ സമാനമായിട്ടുള്ള സിനാരിയോ ഫേസ് ചെയ്തിട്ടുണ്ട്. ജപ്പാൻ മാർക്കറ്റ് ഒരു ദിവസം ഏകദേശം ഒരു 10% ഇൻഡെക്സ് ഇടിഞ്ഞത്, ഇൻഡെക്സാണ് സ്റ്റോക്കല്ല, ഇൻഡെക്സ് ഇടിഞ്ഞത് ഫേസ് ചെയ്തു. ഉക്രൈൻ റഷ്യ വാർ മൾട്ടിപ്പിൾ ടൈം ഫേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് വരാണെങ്കിൽ ഇസ്രായേൽ ഇറാൻ, ഇസ്രായേൽ പലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ അങ്ങനെയുള്ള മിഡിൽ ഈസ്റ്റിലെ എല്ലാ ഇഷ്യൂസെല്ലാം തന്നെ ഫേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ FIIസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉള്ള കനത്ത സെല്ലിങ് അതും ഫേസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്ന ആളുകൾ എല്ലാ ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങൾ ഫേസ് ചെയ്ത ആളുകളാണ്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് കൊറോണയ്ക്ക് ശേഷം വന്നിട്ടുള്ള ട്രേഡേഴ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും എക്സ്പീരിയൻസ് കുറവാണെന്നുള്ള രീതിയിൽ ഒരിക്കലും സ്വയം വില കുറച്ച് കാണേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മാർക്കറ്റ്. 2008 ചെറിയൊരു കറക്ഷൻ, അതിന് മുമ്പുള്ള ചെറിയൊരു കറക്ഷൻ, എല്ലാം ഗ്രാജുവലി ഉള്ള കറക്ഷനാണ്. അല്ലാതെ ഇത്ര വലിയ അഗ്രസീവായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യോ, ഇൻഡെക്സ് വരോ, ഇത്രയും ഓപ്ഷൻ കോൺട്രാക്റ്റ് ഉണ്ടാവോ, സെബി ഇടപെടുകയോ അങ്ങനെയൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോഴുള്ള എക്സ്പീരിയൻസ് ആണ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഇപ്പോൾ സർവേ ചെയ്യുകയാണെങ്കിൽ നമുക്കിനി മുന്നോട്ട് എല്ലാ സിനാരിയോയിലും നമുക്ക് സർവേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. ലാഭനഷ്ടങ്ങൾ ട്രേഡിങ്ങിൽ ഉണ്ടാവും. ഇത് നഷ്ടം ഇല്ലാതെ ലാഭം മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണെങ്കിൽ ഇത് വളരെ സിമ്പിളാവില്ലേ? ഈ ന്യൂസ് കാണുന്നത് പോലും നമ്മുടെ ട്രേഡിങ്ങിനെ നമ്മൾ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ ന്യൂസ് കാണുന്ന ആളുകൾ എന്നെ കാണാൻ വരുന്നതല്ലല്ലോ, ഇതിൽ നിന്ന് എന്തെങ്കിലും ന്യൂസ് കിട്ടുമോ എന്ന് അറിയാനായിട്ട് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നമ്മൾ കൂടുതൽ ചെയ്യുക, ന്യൂസ് കളക്ട് ചെയ്യുക, മാർക്കറ്റായിട്ട് ഇൻവോൾവ് ആവുക. നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ ഈ ന്യൂസ് കാണുന്ന എല്ലാ ആളുകളും തന്നെ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മാർക്കറ്റിനോട് നമുക്ക് വലിയ പാഷനേറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനും കൂടി മറക്കരുത്. പാഷനേറ്റ് എന്നുള്ള വാക്ക് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുപരി നമുക്ക് ഇതിനോടുള്ള ഒരു വലിയൊരു ഇഷ്ടമാണ്. അതും ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഓൾ.